ഒരു മുസീബത്ത് വന്നു, മരണോ എന്തോ ആട്ടെ, അദ്ദേഹം അവിടെ പോയിട്ട് എന്താക്കുക, സമാധാനിപ്പിക്കുക, എൻ്റെ മയ്യത്തിനെ വേണ്ടി ദ്വാ ചെയ്യുക. നമ്മളിന്ന് നാട്ടിൽ പോയി എന്താണെന്ന് തിരി പിടിക്കാൻ പോക്കാന്ന് തഹസീത്തുണ്ടോയെന്ന് വെച്ചാൽ തിരിയുണ്ടോ എന്നാണ്, അല്ലെങ്കിൽ പോത്തർത്തി നെയ്ച്ചോറുണ്ടോ, പരിപ്പുണ്ടോ, ഇതൊക്കെയാണ്. ഇതൊന്നുമല്ല ഇസ്ലാമിക തഹസീത്ത്. സമാധാനം പകരുക എന്നാണ് നേരെ വാക്കിൻ്റെ അർത്ഥം. അഖ്റജ തിർമിദി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്സാ മുസാബൻ ഫലഹു മിസ്ലു അജ്രിഹി. എന്തെങ്കിലും മുസീബത്ത് സംഭവിച്ച ഒരുത്തനെ സമാധാനിപ്പിച്ച്, അപ്പം എന്തില്ല മരണം തന്നെ ആവണം എന്നില്ല, മുസാബൻ എന്ത് മുസീബത്തും ആകാം, നമ്മൾ ഇന്നലെ പറഞ്ഞ എല്ലാം ആകാം. എന്നാൽ ഈ സമാധാനിപ്പിച്ച വ്യക്തിക്ക് എന്താകാം, ആ മുസീബത്ത് സംഭവിച്ച ആൾക്ക് കിട്ടുന്ന പ്രതിഫലം കൊടുത്തില്ലേ, അത് തന്നെ ഈ സമാധാനിപ്പിച്ചാക്കും കിട്ടുന്നു. വഹുവ അൻ അബീ ബർസത്ത, ആരാണ് തിർമിദി, മൻ നസ്സ സകില കുസിയ ബുർദം ഫിൽ ജന്ന. അതാ ഒരാൾ സമാധാനിപ്പിച്ചു, മകൻ മരിച്ചു പോയ ഒരു മാതാവിനോ പിതാവിനോ, എന്നാൽ അവന് സ്വർഗത്തിൽ നിന്ന് ഒരു വസ്ത്രം, ഒരു ബുർദ്, ഒരു പുതപ്പ് അണിയിക്കപ്പെടും ഈ സമാധാനിപ്പിച്ച വ്യക്തിക്ക്. വബ്നു മാജ വൽ ബൈഹഖി അൻ അംർ ഇബ്നു ഹസ്മിൻ മാ മിൻ മുഅ്മിനിൻ യുഅസ്സി അഖാഹു ബിമുസീബത്തിൻ ഇല്ലാ കസാഹു അല്ലാഹു അസ്സ വജല്ല മിൻ ഹുലലിൽ കറാമത്തി യൗമൽ ഖിയാമ. അല്ല, അതിനെ മുത്തഅദ്ദിയാക്കിയാൽ അസ്സ, സക്ക യുസക്കി, തസ്കിയത്ത്. അപ്പോൾ അസ്സ യുഅസ്സി തഅസിയത്ത്. അസാ എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം. അതുകൊണ്ടല്ലേ അഅലമുല്ലാഹു അജ്റക വഹസന അസാഅക. മാമിൻ മുഅ്മിൻ യുഅസ്സി, സമാധാനിപ്പിക്കുന്നു, അഖാഹു അവൻ്റെ ഒരു സഹോദരനെ, എന്തുകൊണ്ട്, ബി മുസീബത്തിന് എന്തെങ്കിലും മുസീബത്ത് പറ്റിയ ഭാഗയിൽ. അപ്പം മരണം എന്ന് തന്നെ ഇല്ല. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞ അഞ്ചില്ലേ. എന്നിട്ട് പറയുന്നത് ദീനിലെ മുസീബത്ത് വന്നിട്ട് ആ സമാധാനിപ്പിക്കാൻ വരാത്ത എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനിടക്ക് അടുത്ത് ദീന് നമസ്കാരവും ജമാഅത്ത് മുടങ്ങിയിട്ട് ഇല്ലാ കസാഹുല്ലാഹു അസ്സ വജല്ല, ഈ സമാധാനിപ്പിച്ച വ്യക്തിക്ക് അല്ലാഹു തആല അണിയിപ്പിച്ച് കൊടുക്കാണ്ടിരിക്കില്ല മിൻ ഹുലലിൽ കറാമത്ത് യൗമൽ ഖിയാമത്തിൽ, ആദരവിൻ്റെ വസ്ത്രം. തംബീഹുൻ, എനിക്ക് ഫിഖ്ഹിയായ മസല പറയുന്നു. ഇന്ന തഅസിയത്ത് പറഞ്ഞാൽ എന്താണ്, ഹിയ തസ്ബീർ, ക്ഷമ ഉണ്ടാക്കിക്കലാണ്. സബറ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു, സബ്ബറ ക്ഷമ ഉണ്ടാക്കി കൊടുക്കല്. വദിക്റു മാ യുസല്ലി സാഹിബൽ മയ്യിത്ത്, മയ്യത്തിൻ്റെ സാഹിബുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ആ മുസീബത്ത് സംഭവിച്ചാക്ക് മനസ്സിന് സമാധാനം പകരുന്ന കാര്യങ്ങൾ പറയലാണ്. വയുഖഫിഫു ഹുസ്നഹു, അവൻ്റെ ദുഃഖം ഇളവ് ചെയ്യാനും, അതുപോലെ വയുഹബ്ബിന് മുസീബത്തഹു, അവൻ്റെ മുസീബത്ത് ലഘൂകരിക്കാനും ആവശ്യമായ കലാമ് പറയലാണ് ഇത് തഅസിയത്തിൻ്റെ അസ്ലി. മുസ്തഹബ്ബത്തുൻ, അത് സുന്നത്താണ്. അപ്പം ഖബല മുളിയ്യി സലാസത്തി അയ്യാമിൻ മിൻ ബഅദി ദഫൻ, ദഫന് ശേഷം മുതൽ 3 ദിവസം കഴിയുന്നതിന് മുമ്പായിട്ട്. തുക്റഹു ബഅദ മുളിയ്യിഹ, 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇനി ആവശ്യമില്ല, അത് മക്റൂഹാണെന്ന്. പിന്നെ അതിനെ അവസാനിക്കാൻ കഴിയില്ലല്ല. ഏത് 40 ദിവസം തഅസിയത്തുണ്ടാ, 40 ദിവസം ഓതലല്ലേ. അത് നമ്മൾ നാട്ടിങ്ങനെ പുതിയ പല സമ്പ്രദായങ്ങളുണ്ടല്ലോ. പഴയ കാലത്ത് വെറ്റില മുറുക്കലും സിഗരറ്റൊന്നും ഇല്ലെങ്കിൽ അതിനൊന്നും പോവില്ല. ഭയങ്കര മുറുക്കെല്ലാം കൊണ്ടേക്കണം, പുകയിലയും അടക്കിയും. ഇപ്പം എല്ലാം കുറച്ച് കുറവാന്ന്. ഇപ്പോൾ സിഗരറ്റും പോയി. മംഗളത്തിന് വേണ്ടി സിഗരറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് പരാതി പറയുന്നത്. ഇപ്പം അതില്ല. വയുസന്നു അൻ യഉമ്മ ബിത്തഅസിയത്തി ജമീഅ അഹ്ലിൽ മയ്യിത്ത്, മയ്യത്തിൻ്റെ അഹ്ലുകാരം മുഴുവൻ എന്താക്കണം, ആമാക്കണം. അപ്പോൾ എല്ലാവരോടും തഅസിയത്ത് വരണം. വഅഖാരിബഹു, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടും. അപ്പോൾ ഉപ്പം വെച്ച മക്കളും കുടുംബക്കാരെല്ലാം ഉണ്ടല്ലോ, എല്ലാവരോടും. അന അൽ കിബാറ വസ്സിഗാറ വർരിജാല വന്നിസാ, എല്ലാവർക്കും. വയുക്റഹു ലഹുമുൽ ജുലൂസു ലഹ, ഈ തഅസിയത്തിനായിട്ട് ഇങ്ങനെ കസേരയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കില്ല, ആളെല്ലാം വന്നിട്ട് പറയട്ടെ എന്ന് വെച്ചാൽ അത് കറാഹത്താണ്. അസുന്നത്ത് ആമിൻ, അതിന് ഭക്ഷണം ഉണ്ടാക്കലും. യജ്മഊന അന്നാസ അലൈഹി, അതിനുവേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നല്ല ഭക്ഷണം വെക്കിയിട്ട് ഒരിങ്ങനെ കസേരയിൽ വെച്ചിരിക്കുക, ആളെല്ലാം വന്നിട്ട് നമ്മൾ തഅസിയത്ത് ചെയ്യട്ടെ. അങ്ങനെയില്ല. ലിമാ റമാ അഹ്മദു അൻ ജരീർ ബിൻ അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ഖാല കുന്നാ നഉദ്ദുൽ ഇജ്തിമാഅ ഇലാ അഹ്ലിൽ മയ്യിത്തി
വസുൻഅഹുമു തആമ ബഅദ ദഫനിഹി മിനൻ നിയാഹ. ആരാ പറയുന്നത്? ജരീർ ബിൻ അഹ്മദു ഇമാമ റിപ്പോർട്ട്. ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറയുന്നു, മയ്യത്തിൻ്റെ അഹലുകാരക്കളുടെ ഒരുമിച്ച് കൂടലും അവർ പെരുന്നാൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കലും മറമാടിയതിന് ശേഷം അങ്ങനെ ഒരുക്കിയിട്ട് തയ്യാറാക്കുന്നത് മിനൻ നിയാഹ, മുമ്പ് പറഞ്ഞില്ലേ കരച്ചല്ലേ, ആ ബാബിൽപ്പെട്ടതായിട്ടാണ് നമ്മൾ കണക്കാക്കൽ. വയുസ്തഹബ്ബുൽ ജീറാനി അഹ്ലിൽ മയ്യിത്ത്, മയ്യത്തിൻ്റെ അഹലുകാരെ അയൽവാസികൾക്ക് സുന്നത്തുണ്ട്. വൽ അജാനിബ, അയൽവാസികൾ അന്യവരായാലും ശരി. മആരിഫഹും, അതുപോലെ അവർക്ക് പരിചയമുള്ള ആളുകളും. വഇല്ലം യകൂനു ജീറാൻ, ജീറാനായിട്ടില്ലെങ്കിലും. അപ്പം ജീറാനായിട്ട് പരിചയമില്ലാത്ത ആളായാലും ശരി, ജീറാൻ അല്ലാണ്ട് എന്താക്കി പരിചയമുള്ള ആളായാലും ശരി, എന്താണ് അതാ വാക്കാരിബഹുൽ ലബായിദ, അതുപോലെ ദൂരത്തുള്ള കുടുംബക്കാർ. വൈൻകാനു ബിഗൈരി ബലദിൽ മയ്യിത്ത്, മയ്യത്തിൻ്റെ നാടല്ലാത്ത പുറനാട്ടിലായാലും അൻയസ്നഉ ലി അഹ്ലിഹി തആമൻ, ഈ മരിച്ച പരക്കാർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ആ പരക്കൊന്നും വെക്കും കുടിക്കും ഇല്ലാന്ന് വരാല്ല. യക്ഫീഹിം യൗമൻ വലൈലത്തൻ, ഒരു ദിവസത്തേക്ക് വേണ്ടുന്നത്. അപ്പോൾ അൻയുലിഹു അലൈഹിം ഫില്ലാക്കൽ, തിന്നാൻ വേണ്ടി അവരെന്താക്കണം, അന്ന് സമ്മർദ്ദം ചെലുത്തിയും വേണം, അതിന് ഭക്ഷണം വേസ്റ്റാക്കി പോകുമല്ലോ. വയഹ്റുമു സുൻഉഹു ലിന്നാഹിയത്തി, കരയാൻ വേണ്ടി ഒരിക്കൽ നമ്മൾ പാടുമല്ലേ കറിയൽ പാർട്ടി, അതിന് വേണ്ടി ഭക്ഷണം ഒരിക്കലും ഹറാമാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു യാനത്തുന്നലാം ആശയ, കുറ്റകൃത്യത്തിന് സഹായിക്കലായി മാറിപ്പോകും. അങ്ങനെ കുറേ ഫിഖഹിയ്യാത്ത് പറഞ്ഞു. ഇനി അടുത്തത് സിയാറത്തുൽ ഖുബൂറാണ്. അതിൻ്റെ ചില ആദാബും ചില അദ്കാറും അതിൻ്റെ ചില ഫലങ്ങളും പറഞ്ഞാൽ ആ ബാബ് തീർന്നു. അഖ്റജൽ ഉഖൈലിയു അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, അബൂ റസീൻ പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന തരീഖി അലൽ മൗതാ, എൻ്റെ വഴി മരിച്ചാളെ വയ്ക്കുക കൂടിയാണ്, വെച്ചാൽ ഖബർസ്ഥാനിൽ കൂടിയാണ് പോണ്ടത്. ഫഹല്ലി കലാമുൻ അതകല്ലമു ബിഹി ഇലാ മറർതു അലൈഹിം, അവരിൽ കൂടി ഞാൻ നടന്നു പോകുമ്പോൾ അവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന ചോദ്യം. എന്തെങ്കിലും ഒരു കലാമോട് ദിക്ർ. ഖാല, തങ്ങൾ പറഞ്ഞു, ഖുൽ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ, അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അപ്പോൾ കബറാളികളോട് സലാം പറയും. അപ്പോൾ കബറിൽ നിന്ന് ഇങ്ങോട്ട് സലാം പറയില്ല. അങ്ങനെ വലിയ പോലീസെല്ലാം പറയുന്നുണ്ട്, അത് അങ്ങനത്തെ വാക്യത്ത് ഉണ്ടാവില്ല. അത് ഒറ്റത്തുള്ളു പോലെ വഅലൈക്കും അസ്സലാം എന്നും പറഞ്ഞു. അമ്പനാണ് കബറിൽ നിന്ന് ഇങ്ങോട്ട് സലാം ചെല്ലിയാന്ന്. അവൻ അത് തെറ്റാന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആര്? ബഖീലും ഉഹദിലും കിടക്കുന്ന ആളുകൾക്ക് അല്ലേ, തങ്ങൾ വരുമ്പോൾ എന്നാൽ ഓറൽ എണീച്ചിട്ട് അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി എന്ന് വേണ്ടി ആളെ നടന്നിട്ടില്ലല്ലോ. അങ്ങനെ തങ്ങളങ്ങോട്ടല്ലേ ഇല്ല. ഇനി അതിനേക്കാണ് പോലീസാണ്. അന്നേരം പറഞ്ഞു സങ്കട പോലീസൊക്കെ എന്താകും, നബിതങ്ങൾ ഇതിനേക്കാണ് പോലീസുണ്ട്. അന്ന് പിന്നെ അന്നേരം എന്താക്കും, അത് തലക്ക് കയറിയാൽ പിന്നെ പറയാനൊന്നും മടിയുണ്ടാവില്ല. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീന അൻതും ലനാ സലഫ്, നിങ്ങൾ നമ്മളെക്കാണ് കാലേ കൂട്ടി വന്ന് നമ്മൾ പിന്നാലെ വരുന്നുണ്ട് എന്നാണ്. ഖാല, അബൂ റസീൻ ചോദിക്കുന്നു, ഹൽ യസ്മഊന, ഈ സലാം പറയുമ്പോൾ അവർ കേൾക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഖാല യസ്മഊന വലാ യസ്തതിഊന അൻ യുജീബു, കേൾക്കുന്നുണ്ട് പക്ഷെ മറുപടി പറയാൻ അവർക്ക് കഴിയൂല. അപ്പം വെറും കല്ലും മണ്ണിനോടല്ല സലാം. ഈ ഖിതാബ് കേൾക്കാൻ പറ്റുന്ന ഒരു വസ്തുത അടവാണല്ലോ, അല്ലെങ്കിൽ അത് പിന്നെ സഫാഹത്താവൂലേ. ഐ ജവാബൻ യസ്മഉൽ ഹയ്യു, ജീവിച്ചിരിക്കുന്നക്ക് കേൾക്കുന്ന തരത്തിലുള്ള ജവാബ് പറയാനവർക്ക് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഖാല യാ അബാ റസീനോട് പറയുന്നു, അലാ തർള അൻ യറുദ്ദ അലൈക ബി അദദിഹിം അൽ മലായിക, ആ മരിച്ചു കിടക്കുന്ന ആളുകളുണ്ടല്ലോ, കബറാളി എത്രയോ ആളുണ്ടല്ലോ, അവരെണ്ണം കണ്ട് മലായിക്കത്ത് എനിക്ക് സലാം അടക്കുന്നത് എനിക്ക് തൃപ്തികരമല്ലേ എന്നാണ് ചോദിച്ചത്. വലിയ മൈതാനെല്ലാം ആയിക്കഴിഞ്ഞാൽ എത്ര പാട് ആളുണ്ടാകും. അവരെണ്ണത്ത് കണ്ട് മലായിക്കത്ത് സലാം ഇങ്ങോട്ട് മടക്കുന്നുണ്ട്. അപ്പം നമ്മൾ സലാം മടക്കിയാൽ ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ എന്നാണ് മൂപ്പർ ചോദ്യം ഉണ്ടായത്. പക്ഷെ ഹയ്യ് കേൾക്കുന്ന തരത്തിലുള്ള ജവാബ് അവർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ശ്രദ്ധയിൽ പതിനെല്ലാം അള്ളിപ്പെടുമല്ലോ. നമ്മളിപ്പോൾ തളിപ്പറമ്പ് പരിസരത്തിൽ കൂടെ മറ്റേ എന്താന്ന് നമ്മുടെ ഹുജറിൻ്റെ ഭാഗത്തേക്ക് കൂടി പോകുമ്പോൾ 2 വള്ളക്കും ഉണ്ടല്ലോ, മന്നക്ക് നടന്ന 2 വള്ളക്കും ഉണ്ട്, നടന്നു പോകുന്ന റോട്ടും വല്ലതും ഉണ്ട്. റോഡെല്ലാം ഒന്ന് കവറുള്ള സ്ഥലമാണ്. കാണണമെന്നില്ലല്ലോ, അവിടെ മക്കബർ ഉണ്ടായാൽ മതിയല്ല.
ഇവിടെ മക്കബറയിലേക്ക് പോകുമ്പം കാണാമല്ല. ഇപ്പം തളിപ്പറമ്പ് എൻ്റെക്കുള്ളതിൽ അവിടെ ഒറ്റ റോട്ടുമ്പോൾ തന്നെ കബറാന്ന്. എൻ്റെ ഓർമ്മയിലില്ല, 64 ആദ്യം റോഡുണ്ടാക്കിന് അവിടെ. അതിന് മുമ്പ് എന്നോട് കാടാന്നില്ല, മഴ പെയ്താൽ കൊള്ളാത്ത കാടായിരുന്നു. എന്നിട്ട് വെട്ടി മുറിച്ച് അട്ടിക്ക് വെച്ചിട്ട് ലോറിക്കാർ കയറിക്കൊണ്ട് പോകുന്നത് എന്നെ ഇപ്പം കണ്ണുകൊണ്ട് ഇന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. തടിമരങ്ങൾ മുറിച്ച് വേറെ വെച്ച് അതിനേക്കാണ് വണ്ണം കുറഞ്ഞ് അപ്പുറം വെച്ചു, വെയിലേക്ക് മുമ്പിൽ അപ്പുറം വെച്ചിട്ട് ലോറിക്കാർ കയറ്റിയിട്ട് കൊണ്ട് പോകും. റോഡില്ല, ചെയ്താൻ്റെ ഉള്ളിൽ വരെ റോഡുള്ളൂ. അതെ, പഴയ കാലത്ത് പൊട്ടിയിട്ട് കവറ് വെളിപ്പെടലും ഉണ്ട്. ഇപ്പം അതെല്ലാം തൂർന്ന് പോയി. പല സ്ഥലത്തുണ്ടല്ലോ അങ്ങനെ. വേദാമ്പുറത്ത് പോകുമ്പം തന്നെ കബർസ്ഥാനിയാണോ അല്ല, പിന്നെ സൗത്തിലുണ്ട്, ഒളിയങ്കരിയിലുണ്ട്. അവിടെയൊക്കെ സലാം പറയാം. അപ്പം അവരുടെ എണ്ണം കണ്ടെന്താകും, മലായിക്കത്ത് എനിക്ക് സലാം അടക്കുന്നുണ്ട്. നല്ല നേട്ടമല്ലേ. വബിൻ അബിദ്ദുഞ്ഞ വൽ ബൈഹഖിയുൻ മുഹമ്മദ് ബിൻ വാസിഇൻ റളിയല്ലാഹു അൻഹു ഖാല ബലഗനി അന്നൽ മൗത യഅലമൂന ബിസുവാരിഹിം യൗമൽ ജുമുഅ. ഈ ഖബറിൽ മരിച്ചു കിടക്കുന്ന ആളുകൾ അവർ സിയാറത്ത് ചെയ്യുന്ന ആളുകളെ കൊണ്ട് സംബന്ധിച്ചും അറിയും വെളുപ്പം വെള്ളിയാഴ്ച. വയൗമൻ ഖബലഹു വയൗമൻ ബഅദഹു, ഒരു ദിവസം മുമ്പും ഒരു ദിവസം ശേഷം. അപ്പം വ്യാഴം വെള്ളി ശനിയായി അതില്ലേ. അപ്പോൾ ആ സമയത്ത് പ്രത്യേക സിയാറത്തും പറയുന്നുണ്ട്. വൽ ബൈഹഖിയു അൻ മുഹമ്മദ് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു മുർസലൻ എന്ന് പറഞ്ഞാൽ താബീന് ശേഷം സനദിൽ പറയാത്ത മൻസാറ ഖബറ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമുഅത്തിൻ ഗുഫിറ ലഹു. അവൻ്റെ മാതാപിതാക്കന്മാർ രണ്ടാളെ, ഒരാളെ സിയാറത്ത് ചെയ്തു അല്ലെങ്കിൽ ഒരാളെ എല്ലാ വെള്ളിയാഴ്ചക്കും, എന്നാൽ അവന് പൊറുക്കപ്പെടും. വകുതിബ ബാറൻ, മാതാപിതാക്കന്മാർക്ക് വലിയ ഉപകാരം ചെയ്ത മകനായിട്ടെന്താക്കും അവനെ പട്ടികയിൽപ്പെടുത്തും. അതെ, ബിറുൽ വാലിദ്. വറുവിയ അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ആനസു മാ യകൂനുൽ മയ്യിത്തു ഫീ ഖബരിഹി ഇദാ സാറഹു മൻ കാന യുഹിബ്ബുഹു ഫിദ്ദുനിയ. ഒരു മയ്യിത്ത് ഖബറിലാകുമ്പോൾ ഏറ്റവും സന്തോഷവും നേരം പോക്കും ഉണ്ടാകുന്ന സമയം ദുന്യാവിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരാളെ സിയാറത്തിന് വരുമ്പോഴാണ്. ദുന്യാവിൽ അയാളെ സ്നേഹിക്കുന്ന ഒരാൾ ഇയാളെ സിയാറത്ത് ചെയ്യാൻ പോയി, എന്നാൽ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം. വഖറജ മുസ്ലിമുൻ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ ഇലൽ മഖ്ബറയിലേക്ക് തങ്ങൾ പുറപ്പെട്ടു. സിയാറത്തിൽ ഹദിയ ഒന്നുമില്ലല്ലോ, അവിടെ പോയി സലാം പറഞ്ഞാൽ തന്നെ സിയാറത്തായില്ലേ. ഫഖാല അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് തങ്ങൾ പറയും. അപ്പോൾ കബറാളികൾ എണീച്ച് വന്നിട്ട് തങ്ങളോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന കഥകളാണ്. വസാദ ഇബ്നു സുന്നി അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹും വലാ തഫ്തിന്നാ ബഅദഹും എന്നും കൂടി ഒരു റിവായത്തുണ്ട് സലാമിന് പുറമെ. അതെ, അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹും വലാ തഫ്തിന്നാ ബഅദഹും. വബിൻ അബീ ശൈബ അനിൽ ഹസനി റളിയല്ലാഹു അൻഹു ഖാല മൻ ദഖലൽ മഖാബിറ. ഇതാണ് ഖബർസ്ഥാനത്ത് കയറിയിട്ട് ഫഖാല അല്ലാഹുമ്മ റബ്ബൽ അജ്സാദിൽ ബാലിയത്തി വൽ ഇളാമിൻ നഖിറത്തില്ലത്തി ഖറജത് മിനദ് ദുനിയ വഹിയ ബിക മുഅ്മിന അദ്ഖിൽ അലൈഹാ റൗഹം മിൻ ഇന്ദിക വസലാമൻ മിന്നി എന്ന് പറഞ്ഞാൽ ഇസ്തഗ്ഫറ ലഹു കുല്ലു മുഅ്മിനിൻ മാത മുൻദു ഖലഖല്ലാഹു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല പടച്ച കാലം മുതൽ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. അപ്പോൾ എത്ര ഇസ്തിഗ്ഫാർ കിട്ടിപ്പോയി. അല്ലാഹുമ്മ റബ്ബൽ അജ്സാദിൽ ബാലിയത്തി വൽ ഇളാമിൻ നഖിറത്തില്ലത്തി ഖറജത മിനദ് ദുനിയ വഹിയ ബിക മുഅ്മിന അദ്ഖിൽ അലൈഹാ റൂഹം മിൻ ഇന്ദിക വസലാമൻ മിന്നി. ഇവിടെ മിന്നി എന്ന് പറയുമ്പോൾ മുഫ്രദായി മിന്ന. ഏത് ഖബർസ്ഥാനിലും. വഅഖറജഹു ഇബ്നു അബി ദുനിയ ബിലഫ്ളി കതബല്ലാഹു ലഹു ബിഅദദി മൻ മാത മിൻ ലദുൻ ആദമ ഇലാ അൻ തഖൂമ സഅതു ഹസനാത്തിൻ എന്നാണ് എന്തിലുള്ളത്, ഇബ്നു അബി ദുനിയയുടെ റിവായത്തിലുള്ളത്. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നല്ലേ പറഞ്ഞേ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച കാലം മുതൽ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട്, അത് ഖിയാമത്ത് നാൾ വരെയുള്ള അവരുടെ എണ്ണം കണ്ട് ഇവനിക്ക് ഹസനാത്ത് എഴുതപ്പെടും എന്നാണ് പറഞ്ഞത്.
അപ്പം വലിയ നേട്ടം തന്നെ ഖബർ മൈതാനിക്ക് പോയാൽ. വൽ ബൈഹഖിയ്യു അൻ ബിശ്ർ ബിൻ മൻസൂർ റളിയല്ലാഹു അൻഹു ഖാല കാന റജുലുൻ യഖ്തലിഫുൽ ജബ്ബാൻ. ഖബർസ്ഥാനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ ഫയഷ്ഹദു സ്വലാത്ത അലൽ ജനായിസ്, മയ്യിത്ത് നിസ്കാരങ്ങൾക്കൊക്കെ അയാൾ പങ്കെടുക്കും. ഫൈദ അംസ, അങ്ങനെ വൈകുന്നേരമായ വഖഫ അല ബാബിൽ മഖാബിറിൻ്റെ വാതിൽക്ക് നിന്നിട്ട് ഫഖാല ആനസല്ലാഹു വഹശത്തക്കും വറഹിമല്ലാഹു ഖുർബത്തക്കും വതജാവസല്ലാഹു അൻ സയ്യിആതിക്കും വഖബലല്ലാഹു ഹസനാതിക്കും എന്നുള്ള വാക്ക് പറയും. അത് ഹയ്യയിലുണ്ട്. ലാ യസീദു അലാ ഹൗലായിൽ കലിമാത്തിൻ്റെ അപ്പുറമൊന്നും പറയൂല. ഖാല ദാലിക റജുല് പറയുന്നത് ഫംസൈതു ദാത്ത ലൈലത്തിൻ, ഒരു ദിവസം ഞാൻ രാത്രിയായി. ഫൻസറഫ്തു ഇലാ അഹ്ലി, അഹ്ലുകാരെക്കൊള്ള ഞാൻ മടങ്ങുന്നുണ്ട്. ഖബറിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, പോയിട്ട് പറയണ്ടേ, വൈകുന്നേരമായി പോയതുകൊണ്ട്. വലം ആത്തിൽ മക്കാബിർ, മക്ബറയിലേക്ക് പോയിട്ടില്ല. ഫബൈനമാ അന നായിമുൻ, ഞാൻ ഉറങ്ങുന്ന അവസരത്തിൽ ഇദാ അന ബി ഖൽഖിൻ കസീരിൻ ജാഊനി, ധാരാളം ആളുകളുണ്ട് എന്നെ തൂക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഖുൽതു മൻ അൻതും വമാ ഹജത്തുക്കും, എന്താ നിങ്ങളെന്താ വന്നത്? ഖാലു നഹ്നു അഹ്ലുൽ മക്കാബിർ, ഞങ്ങളെ ഖബറാളികളാണ്, ഖബറിൽ കിടക്കുന്ന ആളുകളാണ്. വഖദ് അബ്ബത്തനാ മിൻക ഹദിയത്തൻ ഇൻദൻ സിറാഫിക ഇലാ അഹ്ലിക, നിങ്ങൾ പൊരയിലേക്ക് മടങ്ങുമ്പോൾ എപ്പോഴും ഹദിയ തന്നിട്ട് പതിവാക്കിയില്ലേ, ഇന്ന് ഹദിയ കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതുണ്ടാ ഞാൻ ഹദിയ തരാനാ, ഇതിപ്പോൾ ഖുൽതു വമാഹി, എന്താണത്? ഖാലു അദ്ദഅവാതുല്ലത്തി കുൻത തദ്ഉന ബിഹാ, നിങ്ങൾ ദ്വാരക്കുന്ന ദ്വായില്ലേ, ആനസല്ലാഹു വഹശത്തക്കും, അതാണത്. ഖുൽതു, ഞാൻ പറഞ്ഞ് ഫഅന അഊദു ലിദാലിക്, ഞാൻ എന്താക്കും, അവിടത്തേക്ക് ഹദിയ തരും. ഫമാ തറക്തുഹാ ബഅദു, പിന്നെ അതിന് ശേഷം ഒഴിവാക്കിയിട്ടേ ഇല്ല. ഇതേ കിസ്സന്തിൻ്റെ ഹയ്യയിലുണ്ട്. ഇത് അല്ലാഹു തആല നിങ്ങളെ വഹശത്തിന് സന്തോഷമാക്കട്ടെ. നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞുകൂടെയല്ലേ ഇന്ന്? നിങ്ങൾ എല്ലാവരെയും വിട്ടുകൊണ്ട് ഖുർബത്ത് ഖരീബായിട്ടുണ്ട്, അന്യ നാട്ടിലേക്കാണ് വന്നത്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങളുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ, നിങ്ങളുടെ ഹസനാത്ത് അള്ളാഹു തആല കബൂലാക്കട്ടെ. ഇവിടെ കബല എന്ന് ഹറക്കത്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ ഹറക്കത്ത് വിശ്വസിക്കാനാകുന്നില്ല. പല സ്ഥലത്തും ഖത്തുണ്ട്, ഹറക്കത്ത് കൊടുത്തു എന്നിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കബില യക്ബലു മുലാരിയ ഫീല മുഹുവല്ലതി യക്ബലു തൗബത്താൻ നിബാദിഹി. അതുപോലത്തെ നിക്കാഹിന് പറയുമ്പോൾ എന്താ പറയല്? കബിൽ ടു, അവിടെ കബല എന്നല്ലല്ലോ പറയല്, കബിൽ ടു നിക്കാഹ. അപ്പം കബില യക്ബലു അതല്ലേ മുലാരി വേണ്ടി. അപ്പം കബിലല്ലാഹു ഹസനാതിക്കും. വഖാല മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ മർവസി റളിയല്ലാഹു അൻഹു പറയുന്നു, സമീഅതു അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. യഖൂൽ ഇദാ ദഖൽതുമുൽ മഖാബിറ, നിങ്ങൾ മഖബറയിൽ ചെന്നാൽ ഫഖറഹു ബി ഫാത്തിഹത്തിൽ കിതാബ് വൽ ഇഖ്ലാസ് വൽ മുഅബ്ബദത്തൈൻ, ഇത് ഓതുക. വജഅലു സവാബ ദാലിക ലി അഹ്ലിൽ മഖാബിർ, അതിൻ്റെ പ്രതിഫലം ആ ഖബറിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി അതേ ചെയ്യാം. ഫഇന്നഹു യസിലു ഇലൈഹിം, അത് അവരിലേക്ക് ചേരുന്നതാണ്. മദ്ഹബിൻ്റെ ഇമാമ പറഞ്ഞത് അഹ്മദ് ബിൻ ഹംബൽ. അപ്പോൾ ഫൽ ഇഖ്തിയാറു അൻ യഖൂലൽ ഖാരിഉ ബഅദ ഫറാഗിഹി, ഈ ഫാത്തിഹ ഇഖ്ലാസ് മുഅബ്ബദത്തിന് ഓതി തീർന്നതിന് ശേഷം പറയണം അല്ലാഹുമ്മ അസ്ൽ സവാബ മാ ഖറഅനാഹു ഇലാ ഫുലാൻ. അതുപോലത്തെ ദുആ എന്നുള്ളതാണ്. വഹക്കാ ബഅദു അഹ്ലിൽ ഇൽമി അന്ന റജുലൻ റആ ഫിൻ നൗമി അഹ്ലൽ ഖുബൂരി ഫി ബഅദിൽ മഖാബിർ. ഇൽമിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ ഉറക്കത്തിൽ കണ്ട് ഖബറാളികളെ, ചില മഖബറിലുള്ള ഖദ് ഖറജു മിൻ ഖുബൂരിഹിം, അവരെ ഖബറുകളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവിടത്തേക്ക് ഇലാ ലാഹിരിൽ മഖബറ, ഖബറിൻ്റെ പുറത്തേക്ക്. വഇദാ ബിഹിം യൽതഖിതൂന ഷൈഅൻ, അവരെന്തോന്ന് പെറുക്കിയെടുക്കുന്നുണ്ട്. മാ യദ്രി മാഹുവ, എന്താണെന്ന് മനസ്സിലാകുന്നില്ല, എന്തോന്ന് പെറുക്കുന്നുണ്ട്. ഖാല ഫതഅജ്ജബതു മിൻ ദാലിക്, ഇത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. വറഅയ്തു റജുലൻ മിൻഹും ജാലിസൻ ലാ യൽതഖിതു മഅഹും ഷൈഅ, ഒരാളങ്ങനെ ഇരിക്കുന്നുണ്ട്, മറ്റുള്ളവരോടൊപ്പം അയാൾ പെറുക്കിയെടുക്കുന്നുമില്ല. ഫദനൗതു, അങ്ങനെ അയാളെ കൊണ്ട് അടുത്തിട്ട് വസഅൽതു, ഞാൻ ചോദിച്ചെന്താ മല്ലദി യൽതഖിതു ഹൗലായി, അവരൊക്കെ എന്താ പെറുക്കിയെടുക്കുന്നത് ഇയാളെത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ എടുക്കാത്തത്? ഫഖാല ഹൗലായി യൽതഖിതൂന മാ യുഹ്ദി ഇലൈഹിമുൽ മുസ്ലിമൂന മിൻ ഖിറാഅത്തിൽ ഖുർആനി വസ്സദഖത്തി വദ്ദുആ, മറ്റു മുസ്ലിമീങ്ങൾ ഖിറാഅത്തുൽ ഖുർആനുണ്ട്, സദഖയുണ്ട്, ദുആ ഉണ്ട്, ഇതെല്ലാം അവർക്ക് ഹദിയ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ സവാബാണ് ഇവർ പെറുക്കിയെടുക്കുന്നത്.
ഫക്കാല ഫക്കുൽത്തു ലഹു ഫലിമലാ തൽതഖിതു അൻത മഅഹു, നിങ്ങളെന്താ അതിൽ കൂടാത്തത് എന്തേ? കാല ആന ഖനിയുൻ അൻ ദാലിക, എനിക്കതിപ്പോൾ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നറിയോ? ഫക്കുൽത്തു ബി അയ്യി ഷൈഇൻ അൻത ഖനിയുൻ, നിങ്ങൾ ആവശ്യമില്ലാത്ത ആളെ എങ്ങനെ? ഫക്കാല ബി ഖാതമത്തിൻ യഖ്റഉഹാ വയുഹ്ദിഹാ ഇലയ്യ കുല്ല യൗമിൻ വലദി യബീഉ സലാബിയത ഫി സൂഖിൽ ഫുലാനി. ഇന്നാലിന്നൊരു അങ്ങാടിയിൽ സലാബിയത്ത് എന്താന്ന് അത് നോക്കണത്. സായിലാമ് അല്ല, ഇപ്പോൾ എനിക്കട്ടെ എന്തോ ഒരു കച്ചവടം ചെയ്യുന്നേ. ഇന്നാലിന്ന് അങ്ങാടിയിൽ എൻ്റെ ഒരു മോനുണ്ട് കച്ചവടം ചെയ്യുന്നത്. അവനെന്താക്കും? ഖത്ത് മോദിയിട്ട് എനിക്ക് ഇങ്ങനെ ഹദിയ ചെയ്യും. അപ്പം എൻ്റെ മോനെ എനിക്ക് സ്വന്തം ഇങ്ങനെ ഖത്ത് ഹദിയ ചെയ്യുമ്പോൾ പിന്നെ മറ്റുള്ള കൂട്ടത്തിൽ പോയി പറക്കണ്ടല്ലോ. അന്ന് നോക്കണം ജലാബി എന്താന്ന്. എല്ലാം ദായി ലാമ് ബാഗ് അതിന് മാത്രം കിട്ടൂലേ? നോക്കാം. അങ്ങനെ പൊടിയെ പറഞ്ഞു കൊടുത്ത് ഫലമ്മസ്തൈക്കൊൽത്തു, ഞാൻ ഉണർന്നപ്പോൾ ദഹബത്തുയിലെ സോക്കി ഹൈത്തു തക്കറ, അദ്ദേഹം പറഞ്ഞ അങ്ങാടിയിലേക്ക് ഞാൻ പോയി. എന്നിട്ടോ ഫൈദ ഷാബുൻ യബിയു ജലാബിയ, ജലാബിയ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ യുഹദിക്ക് ഷഫത്തായി ബായിൽ എന്തോ ഇങ്ങനെ ഓതിക്കൊണ്ട്. എന്താണ് ജിലേബി തന്നെയാ? ഓ ജിലേബി തന്നെ ഇവിടെ ഉണ്ടാവുമല്ല. ജിലാബി ഈസ് എ പോപ്പുലർ സ്വീറ്റ് സ്നാക്ക് ഇൻ ദ ഇന്ത്യൻ. എന്നാ ഇന്ത്യയിൽ കിട്ടുന്ന നല്ല മധുരമുള്ള പദാർത്ഥമാണ്. വെസ്റ്റ് ഏഷ്യ ആൻഡ് സം പാർട്സ് ഓഫ് ആഫ്രിക്ക. ഇറ്റ് ഗോസ് ബൈ മനി നെയിംസ് ഇൻക്ലൂഡിങ് ജിലാപ്പി, അതന്നെ ജിലേബി എല്ലാം അതേ വാക്ക് തന്നെ. ഇതെല്ലാം പല നാട്ടിലും പല പേരുകൊണ്ട് അറിയപ്പെടലുണ്ട്. നമ്മൾ ജിലേബി തന്നെ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് വായി ഇങ്ങനെ അനക്കുന്നു. ഫോക്കൊടുത്തു ബി ഐ ഷൈൻ തുഹരിക്കു ഷഫത്തയ്ക്ക, നീ വായി കൊണ്ട് എന്താ ചെല്ലി എന്താണ്? കാല അക്റൽ ഖുർആൻ ഓതുകയാണ്. വൗദീഹില വാലിദി ഫി കബരിഹി, എൻ്റെ ഉപ്പ കബറിലാണ് ഉള്ളത്, അവിടത്തേക്ക് ഞാൻ ഹദിയ ചെയ്യും. കാല ഫലബീസ്തു മുദ്ദത്തമ്മിന ജമാൻ, അപ്പോൾ പറഞ്ഞാലും ശരിയായി ബോധ്യപ്പെട്ടല്ലോ. കുറച്ച് കാലം കഴിഞ്ഞു. സുമ്മ റഅയ്തുൽ മൗത ഖദ് ഖറജൂ മിനൽ ഖുബൂരി കമാ തഖദ്ദമ, മയ്യത്തിൻ്റെ മരിച്ച ആളുകൾ പറഞ്ഞ പോലെ കബറിൽ ഇങ്ങനെ പുറത്ത് വന്നിട്ടുണ്ട്. നേരത്തെ അതിൽ കൂടാത്ത ആളുണ്ടല്ലോ, അയാളും കൂടിയിട്ടുണ്ട്. വൈദ ബിർറജുലുല്ലദീ കാന ലാ യൽതഖിതു സാറ യൽതഖിതു, മുമ്പ് പറക്കാത്ത വ്യക്തി എന്താക്കുന്നത്? പറക്കുന്നുണ്ട്. ഫസ്തൈഖൽതു, ഞാൻ ഉറങ്ങിയപ്പോൾ ആ പീടിലേക്ക് പോയി നോക്കി. അപ്പം മകൻ മരിച്ചിട്ടുണ്ട്. പിന്നെ ഹദിയ വരുന്നില്ല. വതഅജ്ജബതു മിൻ ദാലിക സുമ്മ ദഹബതു ഇല സൂഖിൽ യതഅറഫ ഖബറ വലദിഹി, പണ്ട് ഖത്തം ഓതുന്ന കുട്ടിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി പോയപ്പോൾ ഫൗജത്തുഹു ഖദ മാത, ആ കുട്ടി മരിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഖത്തം വരുന്നില്ല. വഹുക്കിയ അന്ന ബഅദൻ നിസാഇ തൂഫിയത്, ചില സ്ത്രീകൾ മരണപ്പെട്ടു. ഫറഅത്ഹാ ഫിൽ മനാമി ഇംറഅത്തുൻ താരിഫുഹ, ആ പെണ്ണുങ്ങളെ പരിചയമുള്ള മറ്റൊരു പെണ്ണുങ്ങളെന്താക്കി മനാമിൽ കണ്ടു. ഫഇദാ ഇൻദഹാ തഹത്ത ശരീരി ആനിയത്തും മിൻ നൂറിൻ മുഖത്താത്തുൻ, അപ്പോൾ ആ പെണ്ണുങ്ങളുടെ അടുക്കലുണ്ട് കട്ടിലിൻ്റെ അടിയിൽ ഒരു പാത്രം, 100 കൊണ്ടുള്ള പാത്രം, അതിങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഫസഅൽതുഹാ മാ ഹാദിഹിൽ അവയ്യ, എന്താണ് ഈ പാത്രം എന്ന് ചോദിച്ചു. ഫഖാലത്ത് ഫീഹ ഹദിയത്തുൻ അഹ്ദാഹ ഇലയ്യ അബൂ ഔലാദിൽ ബാരിഹ, എൻ്റെ മക്കളെ ഉപ്പ, അതായത് പെണ്ണുങ്ങളെ ഭർത്താവ്, എൻ്റെ മക്കളെ ഉപ്പ എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളെ ഭർത്താവല്ലേ, എനിക്ക് ഹദിയ ചെയ്യുന്ന ഹദിയകളാണ് പാത്രം നിറച്ചുള്ളതെന്ന്. ഫലമ്മസ്തൈഖലത്തിൽ മർഅത്തു, അങ്ങനെ ഈ പെണ്ണുങ്ങൾ ഉണർന്നു. ദക്കറത്ത് നാലിക്കൽ സൗജിൽ മയ്യത്തി, ആ മയ്യത്തിൻ്റെ ആ ഹദിയ ചെയ്യുന്ന ഭർത്താവുണ്ടല്ലോ, അവിടെ പോയിട്ട് പറഞ്ഞു. ഫക്കാല, അപ്പം പറഞ്ഞ് ഖറഅത്തുൽ ബാരിഹത്ത ശൈഅൻ മിനൽ ഖുർആനി വഹ്തൈതുഹു ഇലൈഹ, രാത്രി എന്താക്കിയിട്ടുണ്ട്, ഞാൻ കുറച്ച് ഖുർആൻ ഓതിയിട്ട് എൻ്റെ മരിച്ചുപോയ ഭാര്യയ്ക്ക് ഹദിയ ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഒരു ഖാത്തിമത്തും പറഞ്ഞിട്ട് ആ ബാബ് തീർന്നു. ഖാത്തിമത്തുൻ അഖ്റജ അബൂ ദാവൂദ് വന്നസായി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂരി വൽ മുത്തഖിദീന അലൈഹിൽ മസാജിദ വസ്സുറുജ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഅനത്ത് ചെയ്തു ഖബറുകളെ സിയാറത്ത് ചെയ്ത പെണ്ണുങ്ങന്മാരെ, അതായത് എൻ്റെ അച്ചടക്കം അതൊന്നും പാലിക്കാതെ കൊണ്ട്
അതുപോലെ തന്നെ അതിൻ്റെ മേലെ സുജൂദ് ചെയ്യുന്ന സ്ഥലമുണ്ടാക്കി, പള്ളി ഉണ്ടാക്കി ഖബറിന് സുജൂദ്. അതുപോലെ അതിന് വിളക്കും അവരെ തങ്ങൾ ലാനത്ത് ചെയ്തിട്ടുണ്ട്. വ മുസ്ലിമുൻ ലഅൻ യജ്ലിസ അഹദുക്കും അലാ ജംറത്തിൻ, ഒരു തീ കല്ലിന് മേലെ ഒരാളിരിക്കുന്നു. ഫതുഹരിക സിയാബഹു, എന്നിട്ടോ ആ തീക്കനൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കരിയുന്നു. എന്നിട്ടോ ഫതഖ്ലുസ ഇലാ ജിൽദിഹി, അതെന്താക്കി അവൻ്റെ ശരീരത്തിൻ്റെ തൊലിപ്പിലേക്കെത്തി, വസ്ത്രം കരിഞ്ഞിട്ട് തൊലിയിലേക്കെത്തി. അതാണ് ഖൈറുല്ലഹു, അവൻ്റെ നല്ലത്, മിൻ അൻ യജ്ലിസ അലാ ഖബറിൻ, ഒരു ഖബറിൻ്റെ മേലെ ഇരിക്കുന്നതിനേക്കാൾ. ഖബറിൻ്റെ മേലെ ഇരിക്കലേ അത് കുറച്ച് ഗൗരവമേറിയ വിഷയമാണ്. ഒരാൾ വലിയ പോലീസായിട്ടവരുണ്ട്, ഞാൻ നിലാമറ്റത്തെ ഖബറിൽ ഇങ്ങനെ കെട്ടിപ്പിച്ച് കിടക്കലുണ്ടെന്ന്. ഞാൻ നിങ്ങൾ തെറ്റിക്കുന്നതിന് ഞാൻ എന്താക്കുന്നുണ്ട്, അത് വലിയ പോലീസായിട്ട് പറഞ്ഞെന്ന്. നിലാമറ്റത്തെ തർമ്മലല്ലേ അവിടെ പോലെ ഞാനിങ്ങനെ അങ്ങനെ വേണ. വബിന് മന്ദ അനിൽ ഖാസിം ബിൻ മുഹൈമറത്ത് റളിയല്ലാഹു അൻഹു ഖാല ലഅൻ അതഅ അലാ അസ്നാനി റുംഹി മുഹമ്മദ്, തീയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ പതിർത്തി വരുമല്ലോ ഇരുമ്പ്, അങ്ങനെയുള്ള ഒരു കുന്തത്തിൻ്റെ മേലെ ചവിട്ടലി. അപ്പം എന്തായി, ചൂടുമായി മൂർച്ചയായി. ഹത്ത തബീദ മിൻ കദമയ്യ, അതെന്താക്കുന്നത് എൻ്റെ കദമയിലേക്ക് തുളച്ച് കയറുന്നത് വരെ. അതാണ് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം, മിൻ അൻ നതഅല ഖബരിൻ, ഒരു ഖബറുമ ചവിട്ടുന്നതിനേക്കാൾ. അവന് ശ്രദ്ധിച്ച് നടക്കണം, കടയിലേക്കൊണ്ട് നടക്കണം. ചവിട്ടിയാലേ പോകാൻ കഴിയുള്ളൂ എന്ന് ഉണ്ടെങ്കിൽ എന്താക്കണം, അവിടെ നിന്ന് സിയാറത്ത് ചെയ്താൽ മതിയല്ലോ. നോക്കിയാൽ കാണുന്നൊക്കെ ഇന്ന് കണ്ണെത്തുന്നൊക്കെ സിയാറത്തായില്ലേ. അത് മറമാടൽ പിന്നെ കൂടാണ്ട് കഴിഞ്ഞ ടൈപ്പില്ലേ, അത് പിന്നെ മയ്യത്ത് വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അത് വിക്കേ തന്നെ പറയുന്നില്ലേ, ആ മതി അത്ര തന്നെ. ഇപ്പം നമ്മളെ സെൻട്രൽ സിയാറത്ത് ചെയ്യണ പള്ളിയിലെ പടിഞ്ഞാറേ കൊലയിൽ ഇരുന്നാൽ പോലെ. അടുത്ത് കിട്ടുമ്പോൾ അവർ മറ്റുള്ള ചവിട്ടാണ്ട് പോകണം. ചവിട്ടുന്നതിൻ്റെ അടിയിൽ എന്തെല്ലാം ഹൈറായ ആളുണ്ടാവാം നമുക്കറിയില്ലല്ലോ. നടക്കേണ്ട ഇടമുണ്ട് ഇപ്പോൾ അവരുടെ അടുക്കല്ലോ. വഇന്ന റജുലൻ വതി അലാ ഖബരിൻ വഇന്ന കൽബഹു ലയഖ്ലാനു ഇദ് സമിയ സൗതൻ മിനൽ ഖബരി ഇലൈക അന്നി വലാ തുഅ്ദിനീൻ. എന്താ, ഒരാൾ ഒരു ഖബർമ ചവിട്ടിപ്പോയി, അയാൾക്ക് നല്ല ബോധമുണ്ട്. നോക്കുമ്പോൾ അതാ ഖബറിൽ നിന്നൊരു സൗത്ത് കേൾക്കുന്നു, അവിടെ നീങ്ങിപ്പോടാ, എന്നെന്തിനാ ബുദ്ധിമുട്ടാക്കാതെ പോടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പഴയ ഖബർ തുറക്കുന്നതൊക്കെ പറഞ്ഞില്ലേ. പണ്ട് പുത്തനങ്ങാടി സിയാറത്തിന് പോയിനി, അവിടെ ആ ഖബർ വയ്ക്കുന്ന ഒരാളുണ്ട്. അയാൾ നമ്മളെ പഴയ വിഷയം പറയുന്നു, പഴയ ഖബറുണ്ട്. അതുപോലെ ചില ആളിൽ അങ്ങനെ തന്നെ കാണലുണ്ട്. ഒരിക്കൽ കുഴിക്കുമ്പോൾ എനിക്ക് വേറെ പണിയിൽ ഇവിടെ വേറെ സ്ഥലം കണ്ടില്ലെന്ന് വെച്ചാൽ എന്നെ ഞെട്ടിച്ചളഞ്ഞു. നോക്കുമ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ട്. പുത്തനങ്ങാടി 21 ശതമാനം സ്ഥലം. ഏത് സലാം പറഞ്ഞൂടെ? ഏത് ഇതാ, അത് ഇത് ഖബർ ഉണ്ടാക്കുന്നത്. സലാമിൻ്റെ ആദാബ് എങ്ങനെയാന്ന്? ഖബറിന് സംസാരിക്കാൻ കഴിയോ ഇല്ലയോ എന്നല്ല നമ്മളെ ചർച്ചാ വിഷയം. ഇപ്പം അടുത്ത് തന്നെ തബഖാത്തുൽ ഖവാസ് ഞാൻ വായിച്ച്, ഒരു വലിയൊരു മഹാൻ്റെ അടുക്ക് പോയിട്ട് ഒരു കിതാബ് ഓതുന്നുണ്ടല്ലോ. ആ കിതാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായി, ആ ഉസ്താദ് മരണപ്പെട്ടു പോയി. അപ്പോൾ ഇവർക്ക് വലിയൊരു ദുഃഖം, എനിക്ക് കാര്യമായ ഒരു ഉസ്താദ് നഷ്ടപ്പെട്ടു, ഇത് ഓതാൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെ മൂപ്പർ ഉസ്താദിൻ്റെ ഫാത്തിഹയിൽ പോയി വേർന്ന് കിടന്നപ്പോൾ പറഞ്ഞല്ലോ, നീ കിതാബ് മുടങ്ങിയതിന് ദുഃഖമുണ്ടല്ലേ, നീ എൻ്റെ ഖബറിൻ്റെ അവിടെ കിതാബ് എടുത്തിട്ടവിടെ ഞാൻ ഓതിത്തരാമെന്ന്. അങ്ങനെ ദിവസം കിതാബ് എടുത്തിട്ടവിടെ പോകുമ്പോൾ ഓതിയിട്ട് വരുമ്പോൾ തബഖാത്തുൽ ഖവാസിലതാ അതിൻ്റെ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ട്. അങ്ങനെ എത്ര സംഭവങ്ങൾ അതിൽ പറയുന്നു. 800ഓളം പേജുണ്ടല്ലോ അതിൽ. ഇങ്ങനെയുള്ള വാർത്തകൾ തന്നെ കുറേ അധികം ഉള്ളത്. വിക്രം വാങ്ങാൻ പോയിട്ട് ബയ്യാത്ത് ചെയ്യാൻ പോയിട്ട് പോകുമ്പൊക്കെ മരിച്ചു പോയപ്പോൾ അവനവിടെ പോയിട്ട് വാങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഖബറാളികൾ പരസ്പരം സംസാരിച്ച് എത്രയോ കിസ്സ അതിലുണ്ട്. അതിങ്ങനെ നമ്മൾ വായിച്ചിരിക്കലിന് പണി, അതായത് തീരാനിപ്പി. ഇനി തമ്പി ഹാനി അഹദുഹുമ കാല അസ്ഹാബിന് ഖബറിൽ നിന്ന് തിരിച്ചു കിട്ടൽ ഇല്ല എന്നല്ല നമ്മളെ വിഷയം.
ഇതിങ്ങനെ എന്തല്ലോ എമ്മങ്കെട്ട് കെട്ടിയിട്ട് ഇങ്ങനെ കുറേ പോലീസ് ഉണ്ടാക്കൽ മാത്രമാണെന്ന് പറയുന്നു. അഹദുഹുമ കാല അസ്ഹാബുന, രണ്ട് തമ്പിഹ പറയുന്നു, നമ്മുടെ അസ്ഹാബിമാർ, അതായത് ഷാഫി മദ്ഹബിലെ പറഞ്ഞു, തഹറുമു സലാത്തു ഇലാ ഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാഇ വശുഹദാഇ വൽ ഉലമാ തബറുകം ബിദിൽ ഖബരി വഅലാമൻ ലഹൂൻ. ഒന്ന്, കബറാളിനെ ബഹുമാനിച്ചുകൊണ്ടും കബറിൻ്റെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കൽ പറ്റൂല. അത് അമ്പിയാക്കളുടെ കബർ, ഔലിയാ, ശുഹദാ, ഉലമാ അതെല്ലാം. വൈകാദ് സിറാജ് അൽ ഖുബൂരി തബറുക്കും തഅലീമ ബിഹി വൈൻ കല്ല, അതുപോലെ വിളക്ക് കത്തിച്ച് വെക്കൽ, ആവശ്യമൊന്നുമില്ല, അത് വെറും ഇങ്ങനെ വിളക്ക് കത്തി തന്നെ, അത് കുറഞ്ഞാലും ശരി, പിന്നെ ഓതാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ കത്തിക്കണമല്ലോ. വസാനിഹിമ, രണ്ടാമത്തേത് കാല ജമാഅത്തും മിൻ അസ്ഹാബിന വ തബിഅഹുൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഫീ ശറഹിൽ മുസ്ലിം. എന്തിന്? നമ്മുടെ അസ്ഹാബിമാറിൽപ്പെട്ട ഒരു സംഘം ഉലമാക്കൾ അവരോട് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിം താബിയായിട്ടുണ്ട്. എന്താണ്? ബിഹുറുമത്തിൽ ജുലൂസി വൽ വത്ഇ അലൽ ഖബർ, ഖബറിന് മേൽ ഇരിക്കലും ഖബർ ചവിട്ടലും ഹറാമാണ് എന്നാണ്. എൻ്റെ കുറച്ച് ഓരോ നേരത്തെ പറഞ്ഞല്ലോ. വജസമ ആഖറൂന കൻ നവവി ഫീ ബിൽ കറാഹത്തി ബിലാ ഹാജത്തിൻ, ആവശ്യം കൂടാതെ ആണെങ്കിൽ കറാഹത്താണ് ഇമാം എന്താക്കി അത് ജസ്മ് ചെയ്ത് പറഞ്ഞു, അവിടെ ഖിലാഫും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹറാമാണെന്നുള്ളതും കൗലുമുണ്ട്, കറാഹത്താണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ കറാഹത്താണെന്നാണ് നവഇമാമും വ്യക്തമതാക്കിയത്. അപ്പം ബിലാ ഹാജത്തേത് മറമാടൽ പോലെ. വഫഖന അല്ലാഹു തആല ലി തഅതിഹി ആമീൻ വഅനാലനാ മിൻ സവാബിഖി റിളാഹു വഹിബാതിഹി ആമീൻ വഹമാനാ മിൻ മൂജിബാതി സുഖ്തിഹി വഅലീമി ഉഖൂബാതിഹി ആമീൻ ആമീൻ ആമീൻ. ഖബറിലുള്ള കിസ്സാക്കണമെങ്കിൽ മറ്റേ ഇതില്ലേ സുഹൈത്ത് ഇമാമിൻ്റെ അഹ്വാലുൽ മൗത്ത വൽ ഖുബൂർ ഒരു കിതാബ് തന്നെ ഉണ്ടല്ലോ, അതല്ല അർറൂഹിൽ എന്തെല്ലാം സനദോടുകൂടി പറയുന്നു. ആ ബാബളത്ത് കിതാബ് സക്കാത്താണ് ഇതിലുള്ളത്.